പ്രാണനെ കറക്റ്റ് ചെയ്യുക, പ്രാണനെ സ്റ്റേബിൾ ആക്കുക. ഇതായിരുന്നു നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രാണൻ എന്ന് പറയുന്നത് നമ്മൾ പ്രാണായാമം ബ്രീത്തിങ് എക്സസൈസിലൂടെ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ പ്രോസസ്സ് മാത്രമല്ല, നമ്മളൊരു അന്തർവിദ്യയാണത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് യമ നിയമ പ്രാണായാമം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ പ്രത്യാഹാരം, ധാരണ, ധ്യാനം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിങ്ങനെ വലിയ വലിയ ടേംസും ടെർമിനോളജീസ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് പറയുന്നത്. യമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പെരുമാറ്റശുദ്ധി, നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോശുദ്ധി. ഇത് രണ്ടും നമ്മൾ വരുത്തുന്ന സമയത്ത് നമ്മൾ ഈ ഗുരുവിനെ അല്ലെങ്കിൽ ഈ പ്രോസസ്സിലേക്കൊന്നും നമ്മൾ തേടിപ്പോണ്ട ആവശ്യമില്ല. അത് നമ്മളെ തേടി വരും. നമുക്ക് വേണ്ട ഒരു പരിണാമവും ചേഞ്ചസ് ഒക്കെ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നമ്മളെ തോട്ട്സിൽ, മൈൻഡിൽ ഒക്കെ. അതിൽ ഫസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ പെരുമാറ്റശുദ്ധി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മളെ ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തോട്ട്സ് കൊണ്ട് പോലും നമ്മളെ ഹേർട്ട് ചെയ്യാതിരിക്കുക, നമ്മൾ വേറെ ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കുക, നമ്മൾ ഈഗോലെസ് ആയിട്ട് ജീവിക്കുക, നമ്മൾ ഓവറായിട്ട് എക്സ്പെക്റ്റേഷനോടെയും എന്താ പറയുക ഒരു ഗ്രീഡി ആയിട്ടൊന്നും നമ്മൾ ജീവിക്കാതിരിക്കുക, ഭയങ്കര കാമൻ ക്വയറ്റായിട്ട് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് പ്യൂരിറ്റിയോടെ നമ്മൾ ജീവിക്കാൻ പഠിക്കുക. സഹജീവികളോട് നമ്മൾ ദയവും ആദരവും ഒക്കെ ഉള്ള ആളുകളായിരിക്കും. ആരെയും എന്താ ഹേർട്ട് ചെയ്യാൻ പാടില്ല. അതന്നെ റിയാലിറ്റി. നമ്മളെ ഹേർട്ട് ചെയ്യുമ്പോൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു ഹ്യൂമനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ തോട്ട്സിനെയൊക്കെ നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെ ഒഴിവാക്കി, ഇവിടെയൊന്നും തോട്ട്സ് ഒഴിവാക്കണം എന്നല്ല പറയുന്നത് കേട്ടോ. നെഗറ്റീവായിട്ടുള്ള സങ്കടങ്ങൾ വരിക, ദേഷ്യം വരിക, ഇതൊക്കെ മനുഷ്യ സഹജമാണ്. അതിനെയൊക്കെ നമ്മൾ അവെയർ ആവുക, ഒബ്സർവ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. അത് സ്റ്റാർട്ടിംഗ് ആണ്. ഇതൊക്കെ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ ഒരു പ്യൂരിറ്റിയിലേക്ക് എത്തുമ്പോൾ തന്നെ അടുത്ത പ്രാണായാമം എന്ന് പറയുന്നത് നമ്മൾ പ്രാണ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുരു എന്ന് പറയുന്നത് നമുക്ക് പോയി നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ഒരു പ്രോസസ്സിനെ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഇതിലേക്കൊക്കെ എത്തിയെങ്കിൽ നമുക്ക് പോയിട്ടൊരു പ്രാണായാമ പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഗുരു ഗൈഡ് ചെയ്യും. ഇങ്ങനെ നമ്മൾ പ്രാണനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു അന്തർവിദ്യ എന്ന് പറഞ്ഞിട്ടില്ലേ, നമുക്കുള്ള ഡൗട്ട്സ്, നമ്മളെ പ്രശ്നങ്ങൾ, ഇതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് പുറമേ നിന്ന് ആരും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ കറക്ഷൻ വരുത്തി അത് കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ ഗൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഗുരു എന്ന് പറയുന്നത്. അത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ നിയമങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവലാക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് അതിന് നമ്മൾ ഇതെല്ലാം ഒഴിവാക്കണം എന്നല്ല, എല്ലാത്തിനെയും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഇതൊക്കെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് എത്തുന്നിടത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ ഭയങ്കര കഴിവുണ്ട്, അറിവുണ്ട്, പക്ഷേ നമുക്കൊന്നും സക്സസ് ആവാൻ പറ്റുന്നില്ല, എവിടെയൊക്കെയോ ബുദ്ധിമുട്ട് വരിക. ഇതായിരുന്നു നമ്മുടെ ടോപ്പിക്. അങ്ങനെയുള്ള വ്യക്തികൾ എന്ത് ചെയ്യും, നമുക്ക് ഈ സ്പിരിച്വൽ പ്രാക്ടീസ് ഒന്നും മുമ്പ് ചെയ്ത് പരിചയമില്ല, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മളെന്ന് വിചാരിക്കുക. സ്പിരിച്വൽ പ്രാക്ടീസിലൊന്നും നമുക്ക് പരിചയമില്ല, മുമ്പൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇനി എന്ത് ചെയ്യണമെന്ന് ഡൗട്ട് വരുന്നിടത്ത് നമ്മൾ ഇതുപോലെ നമ്മളെ പ്രാണനെ സ്റ്റേബിൾ ആക്കാനും കറക്റ്റ് ചെയ്യാനും ശ്രമിക്കണം. ഇവിടെയാണ് ബാക്കി ചക്രാസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ട്രാൻസ്ഫോർമേഷനൊക്കെ പിന്നീട് നമ്മൾ അച്ചീവ് ചെയ്ത് വന്നോളും. നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ തോട്ട്സും നമ്മളെ പെരുമാറ്റവും മൈൻഡൊക്കെയാണ്. അത് നമ്മൾ കറക്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ ചേഞ്ചസ് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ഗുരു ത്രൂ പ്രാണായാമം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അവർ നമ്മളെ ഗൈഡ് ചെയ്തോളും. നമ്മൾ വിചാരിക്കുന്നതിനും അദൃശ്യമായിട്ട് ചേഞ്ചസ് വരുത്താനും ജീവിതം തന്നെ ഭയങ്കര ചേഞ്ചസ് വരുത്താൻ കഴിവുള്ള ഒരു വിദ്യയാണിത്. അത് നമ്മൾ അഭ്യസിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്നത് ഒരേ സമയം നിലവിളക്ക് എത്തിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയും നമ്മൾ പ്രാർത്ഥിക്കാറില്ല ഒരു കൃത്യസമയം ഫിക്സ് ചെയ്തിട്ട്, നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഗുരു ഗൈഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ അതിൽ എനിക്ക് മാറ്റം വരണം, ഞാൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊന്നും ചിന്തിക്കാതെ സെൽഫ്ലെസ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ മാറണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ചില ആളുകൾ യോഗ ചെയ്യുന്നവർ, പിന്നെ എന്താ പറയുക, പ്രാണായാമം ചെയ്യുന്ന കുറേ വർഷങ്ങളോളം ചെയ്തിട്ടും അതിൻ്റെ റിസൾട്ട് ഇല്ല, ഞാൻ എൻ്റെ ജീവിതം ചേഞ്ച് ആവുന്നില്ല എന്ന് പറയുന്നവരില്ലേ. അതിൻ്റെ കാരണം ഈ എക്സ്പെക്റ്റേഷൻസും അവിടെ ഒരു ബ്ലോക്കേജ് വരുന്നുണ്ട് മനസ്സുകൊണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എനിക്കെന്തില്ല, ആ ഒരു സംശയത്തിൻ്റെ ഒരു ശതമാനം പോലും പാടില്ല. നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. നമുക്ക് വേണ്ടത് നമുക്ക് ലഭിച്ചുള്ളൂ. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്, അവരുടെ ജീവിതത്തിൻ്റെ ചേഞ്ചസും വ്യത്യസ്തമാണ്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ അതിന് നമ്മളൊരു ഗുരു ത്രൂ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൽ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു കാര്യം ചെയ്താൽ പോലെ ഒരു ലെവലിൽ റീച്ച് ചെയ്യാൻ പറ്റിയിട്ട് അങ്ങനെ പറ്റില്ല. ഓരോരുത്തരുടെ ജീവിതവും വ്യത്യസ്തമായ രീതിയിലാണ് കടന്നു പോകുന്നത്. ആ തിരിച്ചറിവോടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയുന്ന എല്ലാ വീഡിയോയിലും നിയമങ്ങളാണ് കൂടുതൽ പറയുന്നത്. നമ്മൾ പ്യൂരിറ്റി മൈൻഡിനെ വരുത്തുക, നമ്മളൊരു എന്താ പറയുക നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യരായിട്ട് മാറുക. കുറേ നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് പറയാം നമ്മൾ ഈ കാണുന്നതൊക്കെ മിഥ്യയാണ്, ഇതൊന്നും റിയൽ അല്ല എന്നുള്ള ലെവലിലേക്ക് നമുക്ക് മനസ്സിലാവുന്ന ലെവലിൽ എത്തും നമ്മൾ. പക്ഷെ അതിനൊക്കെ കുറേ കാലങ്ങളെടുക്കും. അപ്പം ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ തിരുത്താൻ വേണ്ടി, തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കണം, കംപ്ലീറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നല്ല, അത് കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരും. നമ്മളതിലൊക്കെ തിരിച്ചറിയുക, അവെയർ ആവുക, എന്നിട്ട് ജീവിക്കാൻ പഠിക്കുക.